അമേരിക്കൻ ഭീഷണികൾക്ക് പുല്ല് വില നൽകി ഇറാൻ. പുല്ല് വില എന്ന് പറഞ്ഞാൽ ഒരു കരിഞ്ഞ പുല്ലിന്റെ ഒരു തുമ്പിന്റെ വില പോലും ഇറാൻ നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് ട്രംപിന്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അതായത് ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളെ ഇനി നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങളുടെ പാലങ്ങളും ഊർജ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ ആണവ നിലയങ്ങളടക്കം ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. ഈ ഭീഷണിപ്പെടുത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇവന്മാരുടെ പുതിയ പാതയിലൂടെ കടക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. ഇനി പാലങ്ങൾ തകർക്കാൻ വരൂ, അതേപോലെ തന്നെ ഇനി ഈ പറയുന്ന വൈദ്യുത നിലയങ്ങൾ തകർക്കാൻ വരൂ എന്നുള്ളത് വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ. കാരണം ഇറാന് ഇത് ഇത്ര ധൈര്യമായിട്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? ഈ വാറിൽ ഇതുവരെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ്. അതായത് കുവൈത്തിലെയും ബഹ്റൈനിലേക്കുള്ള എസ്പെഷ്യലി 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനത്തിന് നേരെയൊക്കെയാണ് ഇവരുടെ ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന രാജ്യങ്ങളിലെ ഏതെങ്കിലും സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഓക്കെ, അതായത് എയർപോർട്ടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഈ രാജ്യങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും കൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ലെജിറ്റിമസി യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണം പറയാൻ. അതിൻ്റെ ബലത്തിലാണ് പാലങ്ങൾ ആക്രമിച്ചാലും ഈ പറയുന്ന വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതേ നാണയത്തിൽ നിങ്ങളെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലും ഞങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇത് തന്നെയാണ് ഇറാന്റെ പിടിവള്ളി. ഞങ്ങളുടെ പാലങ്ങളും ഞങ്ങളുടെ ഊർജ കേന്ദ്രങ്ങളും നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ, വൈദ്യുത നിലയങ്ങൾ നിങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, UAE പോലെയുള്ള രാജ്യങ്ങളിലെ ഈ പറയുന്ന പാലങ്ങൾക്ക് നേരെയും വൈദ്യുത നിലയങ്ങൾക്ക് നേരെയും ഞങ്ങൾ തിരിച്ചാക്രമണം നടത്തും. അതിന് ഇറാന്റെ മുന്നിലുള്ള ലെജിറ്റിമസി എന്ന് പറയുന്നത് ഇതാണ്: അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചു, അമേരിക്ക ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് നിങ്ങൾ അവർക്ക് നൽകി. ഇതും കൂടിയാണ് ഇറാന്റെ കയ്യിലുള്ള കച്ചിത്തുരുമ്പ്, അല്ലെങ്കിൽ ഇറാന്റെ കയ്യിലുള്ള വാദം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഹോർമൂസിന്റെ പരമാധികാരം ഉറപ്പിക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഇറാൻ തയ്യാറല്ല എന്നുള്ളതും കൂടെ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ കൂട്ടത്തില് മാർക്കോ റൂബിയോയും കൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഇറാനുമായിട്ടുള്ള എല്ലാ ചർച്ചകളും അവസാനിച്ചു, ചർച്ചകൾക്കുള്ള സ്കോപ്പും അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇനി രണ്ടു കൂട്ടരും ആയുധമെടുത്ത് പോരാടുക, ആയുധത്തിന്റെ പാതയിലും അക്രമത്തിന്റെ പാതയിലേക്കും തിരിയുക എന്നുള്ളതാണ് ഈ രണ്ട് പ്രസ്താവനകളിലും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഹൂത്തികളുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റും കൂടെ ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. കാരണം സൗദി അറേബ്യയുടെ ഏകദേശം 5 ലക്ഷം ബാരൽ എണ്ണയുമായിട്ട് പോയിട്ടുള്ള ഒരു കപ്പലിനെ ബാബൽ മന്ദിൽ വെച്ചിട്ട് ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. അത് ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഹൂത്തികൾ പുറത്തുവിടുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്നലെ ഒക്കെ ആയിട്ട്, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ആർമിയുടെ ആസ്ഥാനത്ത് മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. ഇങ്ങനെ കുറെ വീഡിയോസ് യഥാർത്ഥത്തിൽ ഇറാൻ പുറത്തു വിടുന്നുണ്ട്. അതായത് അമേരിക്കൻ കേന്ദ്രങ്ങൾ, ജോർഡാനിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൈനികരുടെയൊക്കെ വീഡിയോസ് ഇറാൻ പുറത്തു വിടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായിട്ടുള്ള ആക്രമണം, അതായത് ആ ബേസുകൾ ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഇറാന്റെ നേരെ ഒരു ഡ്രോണിനെ പോലും ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വർക്ക് ചെയ്യരുത്, അത്രയും നശിപ്പിക്കപ്പെടണം എന്നുള്ള ഇന്റൻഷനോട് കൂടെ തന്നെ ഈ ബേസുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ശക്തമായിരിക്കുകയാണെന്നുള്ളതാണ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭീഷണിയും കൊണ്ടും അതേപോലെ തന്നെ കുറെ വായ്ത്താരി കൊണ്ടൊന്നും ഇറങ്ങണ്ട. ഇത് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് ട്രംപ്: നിങ്ങളെ നരകം കാണിക്കും, നിങ്ങളുടെ സ്റ്റോണേജിലേക്ക് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് മുന്നേ അടിച്ചതാണ്. അപ്പോൾ ആ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഹോർമൂസിന്റെ പരമാധികാരം അംഗീകരിക്കുന്നത് വരെ, ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ തീർക്കുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ആയുധം ഞങ്ങൾ താഴെ വെക്കില്ല, ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോവില്ല എന്നുള്ളതും കൂടെ
ഇറാൻ പറഞ്ഞു വെക്കുകയാണ്. ഏകദേശം $100 അടുത്തേക്ക് ഈ ബാരലിന്റെ എണ്ണ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വിലയും കൂടെ എത്തുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്.